എറണാകുളം അമ്പലമുകൾ അയ്യൻകുഴിയിൽ HOC പ്ലാന്റിന് സമീപത്തുള്ളവർക്ക് ശാരീരിക അസ്വസ്ഥത. കമ്പനിയിലെ പ്ലാന്റിൽ നിന്നും പുക ഉയർന്നതിനു ശേഷമാണ് നാട്ടുകാർക്ക് അസ്വസ്ഥതയുണ്ടായത്. തലകറക്കവും ശ്വാസതടസ്സവും അനുഭവപ്പെട്ട സമീപവാസികളിൽ 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അർജുൻ മട്ടന്നൂർ വിവരങ്ങൾ നൽകും. അർജുൻ, എന്താണ് സംഭവിച്ചത്? എന്താണ് നാട്ടുകാർ പറയുന്നത്? സ്മൃതി, നമ്മൾ തന്നെ പലതവണ റിപ്പോർട്ട് ചെയ്ത ഒരു വിഷയമാണ്. അതായത് അമ്പലമുകൾ അയ്യൻകുഴിയിലെ BPCLന്റെയും HOCയുടെയും പ്ലാന്റുകൾക്ക് നടുവിലുള്ള ഒരു മേഖലയാണ്. ഏതാണ്ട് 9.5 ഏക്കറോളം സ്ഥലമുണ്ട്. ഇവിടെ 44 കുടുംബങ്ങളുണ്ട്. ഇന്നലെ വൈകിട്ട് ഈ HOC പ്ലാന്റിന്റെ സമീപത്ത് നിന്നും വലിയ പുകയും രൂക്ഷഗന്ധവും വന്നു. അതോടൊപ്പം തന്നെ അവിടെ തീഗോളങ്ങളും ഇവർ കണ്ടിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ നിരവധി ആളുകൾക്ക് ഇവിടെ ശാരീരിക അസ്വസ്ഥത ഉണ്ടായത്. ഇന്നലെ രാത്രി തന്നെ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ 2 പേർ ഇപ്പോഴും ആശുപത്രിയിൽ കഴിയുകയാണ്. ചേച്ചി, ഇന്നലെ എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇന്നലെ വൈകുന്നേരമായപ്പോ ഭയങ്കര പുകയുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഗൂഗിൾ മീറ്റ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ പങ്കജാക്ഷൻ എന്ന് പറഞ്ഞ പുള്ളി ഹാർട്ട് ഓപ്പറേഷൻ ചെയ്താ. പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു പുള്ളിക്ക് ശ്വാസം മുട്ടാണ്, വേഗം എല്ലാവരോടും ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഇവരെല്ലാരും കൂടി അങ്ങോട്ട് പോയി. പുള്ളി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഈ കടയെ നടത്തിക്കൊണ്ടിരുന്ന ബിജു പോയപ്പോ പുള്ളിക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റാണ്ട് വന്നു. അപ്പൊ പുള്ളി അവിടെ ഛർദ്ദിച്ചു. എന്നിട്ട് ഈ ഇവന്റെ ചേട്ടനാണ് കൊണ്ടുവന്ന് പുള്ളിനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയത്. അപ്പൊ അത് കഴിഞ്ഞപ്പോ പുള്ളിയും വരാന്ന് പറഞ്ഞു. പുള്ളി ഞങ്ങൾ എല്ലാവരും കൂടെ കമ്പനിപ്പടിക്കായിട്ട് ചെന്നു. കമ്പനിപ്പടിക്ക് ചെന്നപ്പോ അവരാരും സമ്മതിക്കുന്നില്ല. അവരുടെ എല്ലാ പുക എന്നാ പറയുന്നത്. ഇന്നലെ ഈ കമ്പനിയോട് സംസാരിക്കുമ്പോൾ അവരെന്താണ് പറയുന്നത്? അവര് പറയണത് അവരുടെ കമ്പനിയുടെ പുകയല്ല, അവരുടെ കുഴലല്ല. ഒരു 7 മണിക്ക് ഞങ്ങൾ ആ ഗേറ്റിങ് പോയി കിടന്നിട്ട് 2 രോഗികളെയും കൂടി ഞങ്ങൾ പായായിട്ട് അവിടെ കിടന്നത്. ആ രോഗികളെ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ അവരൊരു ആംബുലൻസോ അല്ലെങ്കിൽ അവരൊന്ന് വന്നു നോക്കാനോ ഒന്നും അവർ സമ്മതിച്ചിട്ടില്ല. ഞങ്ങൾ ആ 12 മണി കഴിഞ്ഞ് പോലീസ് വന്ന് അവരൊരു ആംബുലൻസ് ഏർപ്പാടാക്കിയപ്പോഴാണ് ഞങ്ങൾ ആ രോഗിയെ 2 പേരെ ഞങ്ങൾ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പറ്റിയത്. അതുവരെ അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. സ്മൃതി, ഇത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ തന്നെ ഉള്ള വിഷയമാണ്. ഹൈക്കോടതി പലതവണ ഇത്തരക്ക് സർക്കാരിനും അതോടൊപ്പം ഈ കമ്പനികൾക്കും ഒക്കെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണം, ഇവരെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കണമെന്ന അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല, അല്ലെ? ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പം 11-ാം തീയതി ഇനി വീണ്ടും കേസെടുക്കുവാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം കേസെടുത്തപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് ഈ 2 കമ്പനികളും HOCയും റിഫൈനറി എന്ന് പറയുന്നത് 2 റെഡ് കാറ്റഗറി പെട്ട ഭൂമിയാണ്. ആ ഭൂമിയുടെ ഇടയിൽ 9.5 ഏക്കർ സ്ഥലമാണ്. ഒന്ന് കെമിക്കലാണ്, ഒന്ന് പെട്രോളാണ്. ഇതിനിടയിൽ കിടക്കുന്ന ജീവിതം ദുസ്സഹമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ദേവൻ രാമേന്ദ്രൻ സാർ കോടതി പറഞ്ഞത്, കമന്റ് പറഞ്ഞതെന്ന് പറഞ്ഞാല്, ഞാൻ നിങ്ങൾക്ക് 3 ആഴ്ച സമയം തരുന്നുണ്ട്, അതിനിടയിൽ അവിടെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്നാണ് സാറ് പറഞ്ഞത്, കമന്റ് പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഭീകരമായ അവസ്ഥയാണ്. ഈ 2 കമ്പനി എന്ന് പറഞ്ഞാൽ റെഡ് കാറ്റഗറിയിലുള്ള ഈ 9.5 ഏക്കർ 4 മതിലിനുള്ളിൽ പെട്ട് കിടക്കുന്ന ജീവിതത്തിന് യാതൊരു വിലയില്ലെന്നാണ് കോടതി എന്നും വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷയമാണ്. അപ്പോൾ ഇവിടെ എപ്പോഴും ഏത് കോടതി തന്നെ ചോദിച്ചു, ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അപ്പൊ 2 കമ്പനികളോടുള്ള ചോദ്യം ഇതായിരുന്നു. കളക്ടർ അതുപോലെ തന്നെ കളക്ടറോട് ഒന്ന് സംസാരിച്ചിട്ട് നമ്മൾ ഗവൺമെന്റ് ഞങ്ങളുടെ ഈ പ്രശ്നത്തിൽ നിന്ന് ഊരിപ്പോയി. അപ്പോൾ അവർക്ക് ഇത് പറ്റില്ല എന്ന് പറയുമ്പോൾ കോടതി സ്വമേധയാ കേസ് എടുക്കുകയാണ് ചെയ്തത്. ഈ 2 കമ്പനികളോടും കൂടി ആവശ്യപ്പെടുകയത്. അങ്ങനെ ആവശ്യപ്പെട്ട സ്ഥിതിക്ക് ഈ കമ്പനികൾ ഇതിന് ഒരു ഉത്തരവാദിത്വം ഉണ്ടാക്കണം എന്നുള്ളത് തന്നെ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവരിതൊന്നും കേട്ട ഭാവം പോലും ഇല്ല. ഇവരിങ്ങനെ നമ്മളെതിനെടുത്തിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇന്നലെ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞങ്ങള് ഗൂഗിൾ മീറ്റ് കൂടുന്ന സമയത്ത് ഇവിടെ മൊത്തം പുകയായിരുന്നു സന്ധ്യയായപ്പോ പോലെ. അപ്പോഴാണ് ഞങ്ങളുടെ സെക്രട്ടറിക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടൽ പോലെ വന്നു. ഇവിടെ കട നടത്തുന്ന ബിജുവിന് പെട്ടെന്ന് വന്നു. ബിജുവിന് വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് പോകാൻ മേലാത്തൊരവസ്ഥ വന്നു. അവൻ വൊമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവരെ പിന്നെ അത് നിർത്തിയിട്ട് ഇവിടെയുള്ളവരെല്ലാരും കൂടി ഇറങ്ങി നോക്കിയപ്പോഴാണ്, പങ്കാഷിന്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഈ പുക കാണുന്നത്. ഈ പുക HOCയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് വന്നത്. അതിപ്പോ ഞങ്ങൾ അപ്പം തന്നെ പിടിച്ചിട്ട് ഞങ്ങള് ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്കിയിട്ടപ്പോൾ രക്ഷയില്ല. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കമ്പനി ഗേറ്റിന്റെ അവിടെ പോയി രാത്രി 12 മണി വരെ ഇരുന്ന ശേഷമാണ് കമ്പനിയുടെ അകത്തുനിന്ന് ഒരാൾ ഇറങ്ങി വരുന്നത്. പിന്നെ പോലീസിനെ വിളിച്ചു. പോലീസ് വന്ന് ആംബുലൻസിലാണ് ഇന്നലെ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അന്ന് നേരം എടുത്തപ്പോഴും അവർ പറയണ അവരുടെ പുകയല്ല, ഇത് PDPBയുടെ ആയിരിക്കും, നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും, ഞങ്ങളുടേതാണെന്ന് എങ്ങനെ പറയാൻ പറ്റും എന്നുള്ള ചോദ്യമാണ് കമ്പനി ഞങ്ങൾക്കെതിരെ ഉന്നയിക്കുന്നത്. ഇതിനു മുമ്പ് പല അപകടങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് ഒരു പ്രാവശ്യം ഞങ്ങളുടെ താഴെ തന്നെ റോഡ് കമ്പനിയുടെ അകത്തേക്ക് തീ പിടിച്ച ശേഷം അവിടെ തീ കടത്താൻ നോക്കിയിട്ട് ഫയർ എഞ്ചിൻ ഇറങ്ങില്ല. അപ്പോൾ ഞങ്ങൾ നാട്ടുകാരെല്ലാരും കൂടി പിള്ളേരെല്ലാം കൂടി ഇങ്ങനെ സ്റ്റെപ്പ് വെച്ച് കയറി നിന്നിട്ട് ഗോവണയിൽ നിന്നിട്ട് വെള്ളം കോരി കൊടുത്താണ് അന്ന് തീ കടത്താൻ നോക്കിയത്. പിന്നെ ഞങ്ങൾക്ക് 4 മതിലിന്റെ ഉള്ളിൽ ഞങ്ങൾ പെട്ടെന്ന്, നിങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തയാണ്,
ഈ 4 മതിലിന്റെ ഉള്ളിൽ പെട്ട് കിടന്നിട്ട് ഇപ്പൊ ഇന്നലെ ഒരു അപകടം ഇവിടെ എന്തെങ്കിലും പൊട്ടിത്തെറിയെ സംഭവിച്ചെങ്കിൽ ഞങ്ങൾ എങ്ങോട്ട് ഓടുമായിരുന്നു? ഞങ്ങൾക്ക് ആകെ ഒരേ ഒരു വഴിയുള്ളൂ. ആ വഴി ഞങ്ങളുടെ നേരെ മേളിലേക്ക് വന്നിരിക്കുന്നത് ഇതാണ്. ഇങ്ങോട്ടാണ് ഞങ്ങളുടെ കിഴക്കോട്ടാണ് ഞങ്ങളുടെ റോഡ് കിടന്നിരുന്നത്. ഈ റോഡ് ഇപ്പൊ ഈ കാണുന്നതാണ് ഞങ്ങളുടെ ബസ് റൂട്ട് ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ആ ബസ് റൂട്ടുള്ള മതില് ഈ റോഡ് ഇവര് മതില് കെട്ടി അടച്ചു. ഇതിന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് കുടിക്കാൻ നല്ല ശുദ്ധജലം ഉണ്ടായിരുന്നു. ഞങ്ങൾ കുളിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തിരുന്നതായിരുന്നു തോടായിരുന്നു. ആ തോട് ഈ റിഫൈനറി അടച്ചു. അതുപോലെ ഇവിടെ ഒരു അംഗനവാടി ഉണ്ടായിരുന്നു, അത് അവർ പൊളിച്ചു. ഇങ്ങനെ ഞങ്ങളുടെ ജലസ്രോതസ്സും നഷ്ടപ്പെടുത്തി, ഞങ്ങളെ വഴിയും നഷ്ടപ്പെടുത്തി. ഞങ്ങളെ മതിലിന്റെ ഉള്ളിൽ ഇങ്ങനെ 4 മതിലിന്റെ ഉള്ളിൽ ഇട്ട് വർഷങ്ങളായിട്ട് 40 വർഷമായിട്ട് ഞങ്ങൾ കിടക്കുക. ഇത് ഞങ്ങൾ സഹിച്ചു മടുത്തു. ഇതാണ് ഞങ്ങളുടെ ഒരു അനുഭവം. അപ്പൊ ഈ 2 കമ്പനികൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അതിന് ഗവൺമെന്റിന് ഇതിനേക്കാളെല്ലാം ഉത്തരവാദിത്വമുണ്ട്. ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്താ സാറേ? എന്താ ഉദ്ദേശിക്കുന്നത്? ഗവൺമെന്റിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഒരു സ്വത്തിനും ജീവനും അവകാശം അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ തരേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ടല്ലോ. അത് അവർ ചെയ്യുന്നില്ല, സർക്കാർ ചെയ്യുന്നില്ല. സർക്കാർ ഞങ്ങൾക്കെതിരെ തന്നെയാണ്. അപ്പൊ സർക്കാരിനോട് തീരുമാനം എടുക്കാൻ വേണ്ടി 2 വർഷമായിട്ട് കോർട്ടിൽ കണ്ടംപ്റ്റ് കിടന്നുകൊണ്ടിരിക്കുന്ന കേസാ. എന്നിട്ട് ആ കണ്ടംപ്റ്റിന് അവർ 2 വർഷത്തിന് ശേഷം ഇപ്പൊ കോടതി മറുപടി പറഞ്ഞേക്കാണ് അവർക്ക് പൈസ ഇല്ലെന്ന്. അപ്പൊ ഇത് നിയമസഭയില് ഞങ്ങളുടെ MLA ഈ വിഷയം കറക്റ്റായിട്ട് അവതരിപ്പിച്ചതാ. അപ്പൊ പൊല്യൂഷൻ റിപ്പോർട്ട് വന്നു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് അനുയോജ്യമായ തീരുമാനം എടുക്കാമെന്ന് നമ്മുടെ രാജീവ് സാർ പറയുകയും ചെയ്തതാ. പക്ഷെ ഇതൊന്നും നടപ്പിലാക്കാതെ വീണ്ടും ഈ ഞങ്ങളായിട്ട് ഈ വട്ടം കട്ട വെള്ളം കോരിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുൻ, അവരുടെ പേരെന്താണ്? വളരെ ഗുരുതരമായ വിഷയം വളരെ വ്യക്തമായി തന്നെ അവർ സൂചിപ്പിക്കുന്നുണ്ട്. വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. ഹൈക്കോടതി തന്നെ 3 ആഴ്ചയാണ് സർക്കാരിന് സമയം കൊടുത്തിരുന്നത്, കമ്പനികൾക്ക് സമയം കൊടുത്തിരുന്നത്. ഈ കമ്പനികൾ പരസ്പരം ആരോപണം ഉന്നയിച്ച് ഇതിൽ നിന്ന് തലയൂരാനുള്ള ശ്രമമാണ്. ഇപ്പോൾ HOC പ്ലാന്റിൽ നിന്ന് തന്നെ പുകയിരുന്നത് കണ്ട ശേഷമാണ് അവിടെ അവർ പ്രതിഷേധമിരുന്നത് എന്ന് പറയുന്നു. ഗുരുതരമായ സാഹചര്യം തന്നെയാണ്. എറണാകുളം അമ്പലമുകൾ അയ്യൻകുഴിയിലാണ് HOC പ്ലാന്റ്. ഈ HOC പ്ലാന്റിന് സമീപത്തുള്ളവർക്കാണ് ശാരീരിക അസ്വസ്ഥതയുണ്ടായത്. കമ്പനിയിലെ പ്ലാന്റിൽ നിന്നും പുക ഉയർന്ന ശേഷം നാട്ടുകാർക്ക് അസ്വസ്ഥതയുണ്ടാവുകയായിരുന്നു. തലകറക്കവും ശ്വാസതടസ്സവും അനുഭവപ്പെട്ട 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്.